നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. മനസ്സ് അമ്മ മനസ്സ് ആളെ കിട്ടിപ്പോയി മതി. വിചാരിച്ച നേരത്തൊന്നും പുറപ്പെടാൻ പറ്റില്ല അച്ഛമ്മേ. എത്തില്ലോ അത് മതി. ദീപമോൾക്കും തരുണും കൃഷ്ണമാമയെ മനസ്സിലായോ? അതാര്? ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, ഇവിടെ അടുത്തുള്ള പയ്യൻ തന്നെ. കിന്നാരം പറഞ്ഞു നിൽക്കാതെ അടിക്കുന്ന പെട്ടി കിടത്തേക്ക്. എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. ആ സൂക്ഷിക്കണം, പൊട്ടുന്ന സാധനങ്ങളുണ്ടോ ഇതിലൊക്കെ? പൊട്ടാൻ ഇതൊക്കെ എന്താ ബോംബാണ്? പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ ഒരു തമാശ പൊട്ടിച്ചതാ. അങ്ങനെ ആ ചീ പെണ്ണെന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു 5 ഡയലോഗ് അടിച്ചാണ് തമാശ. മോന്തയ്ക്ക് 2 പൊട്ടിച്ചത് നിന്നോളൂ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. കുട്ടികൾക്ക് കുളിക്കാൻ ചൂടോളം വേണ്ടി വരുമോ? ഇവനാരടാ വല്ല തുക്കട ബസ് സ്റ്റാൻഡ് ലോഡ്ജിലെ പാണ്ടിപ്പണിക്കാർ ചോദിക്കുന്ന പോലെ. പിന്നെ വേണ്ടി വരില്ലടാ കോപ്പ. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എന്തേ ഇവിടെ ഹീറ്റർ ഒന്നും വർക്ക് ചെയ്യില്ലേ? കുടിഞ്ഞ കറണ്ട് ബില്ല ഉപയോഗിക്കാത്തതുകൊണ്ട് ഹീറ്റർ 1-2 കേടായെന്നൊരു ചെറിയ ശങ്ക. പ്രസംഗിക്കാൻ നിൽക്കാണ്ട് വല്ല ഇലക്ട്രീഷ്യന്മാരെ കിട്ടുമെന്ന് നോക്കണം. യാതൊരു പണിയറിയാൻ പാടത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെങ്ങാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി. എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാലോ. അല്ല ഒന്നും കഴിക്കണ്ടേ? ഞങ്ങള് വഴിക്ക് കഴിച്ചു കൃഷ്ണ. നല്ല കഥയായി. സുധിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ അത് ചതിയായി പോയിട്ടോ. ഈ നട്ട പാതയ്ക്ക് അവന്റെ കൊടപ്രഥമൻ ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ലേ? തനിക്ക് ഉറങ്ങാൻ നേരം വാങ്ങി പോയി ഉറങ്ങടൂ. ഇയാള് പറഞ്ഞിട്ട് ഉറങ്ങാൻ ഞങ്ങൾ എന്താ കുട്ടികളോ? മതി കുടിച്ചതും കളിച്ചതും ഒക്കെ പോയിക്കോളൂ, തുടങ്ങിക്കോളൂ. എന്നെ തല്ലിയല്ലേ? ബാലപീഡനത്തിന് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പോവാ. ഭഗവാൻ ഇതാരപ്പിത്? വേണ്ട. ദേവാ കൃഷ്ണൻ. കൃഷ്ണനോ വിഷ്ണുവോ ബ്രഹ്മാവോ എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം. എല്ലാരും വിളിച്ചു. അമ്മേ കാലത്ത് മരുന്ന് കഴിച്ചില്ലേ തല കറങ്ങണ ആളാ. 4 അടി നടന്നാ മുട്ട് വേദനിക്കും. എവിടെയും വീണു പോയാലോ? ഈശ്വര ഞാൻ എവിടെ പോയാ തെരയ? ഈ കൂട്ടത്തിൽ താൻ കൂടെ വന്ന് ഒന്ന് ഇറങ്ങി പോടുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇവിടെ തിന്നുകൊഴുത്ത കുറെ കോഞ്ഞാണ്ടന്മാര് തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത്. വിളിക്ക്, അവരോട് പറഞ്ഞോളാം ഞാൻ. പണിയണ്ട, വേണ്ട, ഇതിവിടെ വേണ്ട. നീ പോവാൻ നോക്ക്. കോലോത്ത ആണുങ്ങളോടാ എനിക്ക് പറയാനുള്ളത്. നീ ഇതിലിടപെടേണ്ട ആണും പെണ്ണും കെട്ടോനെ. പിന്നെ നാണക്കെടുത്തി. ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഞാനൊരു വിധം അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. എന്താ എല്ലാരും കൂടെ ഒരു കൂടിയാലോചന? താൻ അങ്ങോട്ട് പുറത്തോട്ട് നിന്നേ. നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് ഒരു ജോലിക്കാരൻ വായും പൊളിച്ച് നിൽക്കണത് എന്തിനാ? വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഒരാളും കൂടി ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇവൻ എന്തിനാ? വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്തു നിന്നോട്ടോ.